പ്രിയമുള്ളവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരെ തിരുസഭയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ, അനേക കാര്യങ്ങൾ ക്രിസ്തുവിനെ എത്തിക്കുവാൻ ആ ആഗ്രഹത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ഈ ചാനലിനെ എല്ലാവരും സ്വന്തമായി സ്വീകരിച്ച് ഏറ്റെടുത്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ചിന്തിക്കുന്നതിൻ്റെ വിഷയം നമുക്കറിയാം. വിളക്കന്നൂര് ഒരു ദൈവികാരുണ്യ അത്ഭുതം 12 വർഷങ്ങൾക്കപ്പുറത്ത് നടന്നത് സഭ ഔദ്യോഗികമായിട്ട് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു നടത്തിയ പരിശുദ്ധ കുർബാനയിലുള്ള യേശുക്രിസ്തുവിൻ്റെ സജീവ സാന്നിധ്യം ഈ ലോകത്തോട് ഈ 2025 യേശു പറഞ്ഞ വചനം പുതുമയോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഈശോ ചെയ്ത ഒരു അടയാളമാണ് ഈ വിളക്കന്നൂരിലെ ദൈവികാരുണ്യ അത്ഭുതം. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ഈശോയുടെ തിരുമുഖം പതിഞ്ഞ അത്ഭുതങ്ങൾ സഭയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 എണ്ണമാണ്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന വേളയിൽ ഈശോ കുരിശും ചുമന്നുകൊണ്ട് ഗാവുൽത്താമലയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വികൃതമായ ആ മുഖത്തിൻ്റെ ചിത്രം, ആ മുഖം ഭക്തിയായ വേറോനിക്ക ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി പട്ടാളക്കാരെയും അവരുടെ സ്വരങ്ങളും ഒന്നും അവഗണിക്കാതെ തൻ്റെ ഇടപൂർവ്വം കടന്നു ചെന്ന് ഈശോയുടെ തിരുമുഖം ഒരു ടവല് കൊണ്ട് തുടച്ച് ഈശോയെ ആശ്വസിപ്പിച്ചൊരു ഭാവം നമ്മൾക്കറിയാം. ആ സമയത്ത് ഈശോ ആ വേറോനിക്കായുടെ കയ്യിലിരുന്ന തിരുശീലയിലേക്ക് ഈശോയുടെ തിരുമുഖം പതിപ്പിച്ചു. അതേ ദിവസം തന്നെ ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് ഈശോയെ കല്ലറയിൽ അടക്കിയപ്പോൾ ആ കല്ലറയിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ഈശോയെ പൊതിഞ്ഞിരുന്ന ആ തിരുശീലയിൽ ഈശോയുടെ ഒരു പൂർണ്ണമായ ഒരു ചിത്രം അതിൽ ആലേഖനം ചെയ്തതായിട്ട് ശാസ്ത്രലോകം പഠിച്ച് പരിശോധിച്ച് ടൂറിലെ തിരിക്കച്ച എന്ന് പറഞ്ഞ പേരിൽ അതിന്ന് നമുക്ക് കാണുന്നതിനായിട്ട് സഭയിലുണ്ട്. പിന്നെ നടന്നത് ഈ വിളക്കന്നൂരെന്ന് പറയുന്ന ആ ദേവാലയത്തിൽ ഈശോ നടത്തിയ പരിശുദ്ധ കുർബാനയിലുള്ള തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി 2025 ഈശോ അടയാളപ്പെടുത്തിയ ഒരടയാളമാണ് ആ ദൈവികാരുണ്യ അടയാളം. ഞാൻ ആ ദേവാലയം ഈ ദിവസങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി. എൻ്റെ മനസ്സിൽ അവിടെ നിന്നപ്പോൾ തോന്നിയൊരു ചിന്തയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവവും പ്രകൃതവും 2000 വർഷങ്ങൾക്കപ്പുറത്ത് അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തത് നമുക്കറിയാം. മുഖവന്മാരും പാണ്ഡിത്യമില്ലാത്തവരായ ആളുകളെയാണ് ഈശോ തെരഞ്ഞെടുത്തത്. ആ നാടുകളിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങി വളരെ ലളിതമായ രീതിയിൽ ജീവിച്ച്, നമുക്കറിയാം ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഒന്നുമില്ലാത്തവനായി ജനിച്ച ആ ഈശോ ദൈവത്തിൻ്റെ ആ സ്വഭാവം ഇന്ന് വിളക്കന്നൂർ വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, എത്രയോ ദേവാലയങ്ങൾ ഈ തലശ്ശേരി അതിരൂപതയിൽ കോടിക്കണക്കിന് രൂപ മുടക്കിയ ദേവാലയങ്ങളില്ലേ? നമ്മുടെ കേരളത്തിലെ ദേവാലയങ്ങൾ എത്രയോ വിലപിടിപ്പുള്ള ദേവാലയങ്ങളുണ്ട്. അതുപോലെ തന്നെ എത്രയോ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുത്ത വൈദികരുണ്ട്. വചനപ്രഘോഷകരായ വൈദികരും ശുശ്രൂഷകരും ഒക്കെ ഉണ്ട്. ഒരു വചനപ്രഘോഷകൻ്റെ കരങ്ങളിലൂടെ ഒന്നും ഈശോ ഈ അത്ഭുതം പ്രവർത്തിക്കുവാൻ പ്രത്യേകം താല്പര്യം കാണിച്ചില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത പോലെ ഒരു സാധാരണ ഒരു വൈദികനിലൂടെ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഈശോ ആ ദൈവികാരുണ്യത്തിൽ തൻ്റെ തിരുമുഖം അടയാളപ്പെടുത്തിയെങ്കിൽ
പ്രിയപ്പെട്ടവരെ, നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്താണ് നമ്മുടെ സന്ദേശം? അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാം പരിശുദ്ധ മാമോദീസായിലൂടെ തിരുസഭയിലെ അംഗങ്ങളായി മാറി യേശുവിൻ്റെ വിളി സ്വീകരിച്ചവരാ. യേശുവിൻ്റെ വിളി എന്താണ്? നിങ്ങൾ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്ത ഈ സുവിശേഷം, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാനം, മനുഷ്യരക്ഷ സാധിച്ചതിൻ്റെ അനുസ്മരണം, യേശു പാപികളെ തേടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യരെ രക്ഷിച്ചു എന്നുള്ള വലിയ സന്ദേശം ലോകത്തോട് വിളംബരം ചെയ്യുവാനാണ് ഈശോ അപ്പസ്തോലന്മാരെയും സഭയിലെ ഓരോ വിശ്വാസികളെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ലോകമെങ്ങും പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം എന്നെയും നിങ്ങളെയും കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള വലിയ സത്യം നാം മറന്നു പോകരുത്. കുറേ വൈദികരെയോ കുറേ സമർപ്പിതരെയോ കുറച്ച് അൽമായരെയോ മാത്രമല്ല ഈശോ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. മാമോദീസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവൻ്റെയും ദൗത്യമാണ്. ഈശോ സത്യദൈവമാണ്. ആകാശത്തിൻ്റെ കീഴെ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഏക നാമം കർത്താവായ യേശുവാണെന്നുള്ള വലിയ സത്യം ഈ ലോകത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ഈശോ തൻ്റെ സഭയിലേക്ക് ആകർഷിക്കുകയും അംഗങ്ങളാക്കി മാറ്റുകയും ഈ വലിയ സത്യം ലോകത്തോട് പറയുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് സുവിശേഷം പ്രസംഗിക്കുവാൻ വലിയ പൊതുവേദികളോ മൈക്ക് കെട്ടി കവലകളിൽ പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കോ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കോ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കോ ഒക്കെ പോകുവാൻ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഒരു പക്ഷെങ്കിൽ സാധിച്ചെന്ന് വരികയില്ല. എന്നാൽ നമ്മുടെ വലിയ ചിന്ത ഇതായിരിക്കട്ടെ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, നമ്മളായിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ, നമ്മൾ കുടികൊള്ളുന്ന നമ്മുടെ വസതിയിൽ, ആ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളോടും യേശു ക്രിസ്തു സത്യദൈവമാണ് എന്ന് പറയുവാൻ നമുക്കൊരു മൈക്കും വേണ്ട, ഒരു പന്തലും വേണ്ട, ഒരു വേദിയും വേണ്ട. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചിത്രമെടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വിളക്കന്നൂരിൽ ദീപികാരുണ്യ അത്ഭുതം നടന്ന ആ ദീപികാരുണ്യത്തിൻ്റെ ഫോട്ടോയാണ്. അവിടുന്ന് ഞാനൊന്ന് വാങ്ങിച്ചു. അത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ ചിത്രം വാങ്ങിച്ചത്. എങ്ങനെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ കഴിയും എന്ന് ഓരോരുത്തരെയും ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഞാൻ തൊഴിൽ ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ഈ ഫോട്ടോ അവിടെ തൂക്കിയിട്ടു, പ്രധാന സ്ഥലത്ത് തന്നെ. എനിക്കറിയാം, ഇതിലൂടെ ഈശോയെ പ്രസംഗിക്കുവാൻ, പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ വലിയ സാന്നിധ്യം നാനാജാതി മതസ്ഥരോട് വിളംബരം ചെയ്യുവാൻ എൻ്റെ സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഫോട്ടോയിലൂടെ കഴിയുമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഫോട്ടോ അവിടെ തൂക്കിയിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന പല ആളുകളും അവരുടെ ദൃഷ്ടിയിൽ ഈ ചിത്രം പെടുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് എന്താണ് എന്ന്. അക്രൈസ്തവരായ ആളുകളോട് അല്ലെ മറ്റു മതസ്ഥരായ ആളുകളോട് പറയും, കത്തോലിക്ക സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? 2000 വർഷങ്ങൾക്കപ്പുറത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ഈശോ പീഡാസഹനങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ആ അപ്പത്തിലേക്ക് ഈശോ അപ്പം കയ്യിലെടുത്ത് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പൻ എന്ന് പറയുകയും അത് അന്വർത്ഥമാക്കുകയും ചെയ്തു ആ പരിശുദ്ധ കുർബാനയിലൂടെ. അപ്പസ്തലന്മാരോട് പറഞ്ഞു, നിങ്ങളിത് അനുഷ്ഠിക്കുമ്പോഴെല്ലാം ഞാനുണ്ടായിരിക്കുമെന്ന്. ഞാൻ ഈ വിവരം എൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയാറുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ യേശു ക്രിസ്തു പറഞ്ഞ അതേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് തൻ്റെ വചനം സ്ഥിരീകരിക്കുവാൻ
ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ പരിശുദ്ധ കുർബാനയിലൂടെ ഇതുപോലെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ. ഇറ്റലിയിലെ ലാൻസിയാനിയയിലെയും മറ്റ് വിവിധ മേഖലകളിലെയും ഒക്കെ ഇന്നും കേടുകൂടാതിരിക്കുന്ന തിരുശരീര രക്തങ്ങളെ പറ്റി പറയുകയും അതേ അനുഷ്ഠാനങ്ങളാണ് കത്തോലിക്ക സഭയുടെ അൾത്താരകളിൽ അനുദിനം പുരോഹിതനർപ്പിക്കപ്പെടുന്ന ബലിയിൽ യേശു സന്നിഹിതനാകുകയും തൻ്റെ ശരീര രക്തങ്ങൾ തൻ്റെ മനുഷ്യ മക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് പങ്കുവെച്ച് കൊടുക്കുകയും ചെയ്യുന്നുവെന്ന് ആ വലിയൊരു ബോധ്യം ശ്രോതാക്കളോട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാനിത് സൂചിപ്പിക്കുന്നത് ഈ വടക്കന്നൂരുണ്ടായ സംഭവം ഇത് തന്നെയാണ്. കുദാശ വചനങ്ങൾ ഉച്ചരിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പീഡ സഹിച്ച ആ തിരുമുഖത്തിൻ്റെ ചിത്രം ആ ദീപികാരുണ്യത്തിൽ പതിഞ്ഞു എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം ഞാൻ പറയും, ചിത്രം പതിഞ്ഞതിലുപരി ഒരു ഗോതമ്പ് വെപ്പം എത്ര നാളെ കേടുകൂടാതിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ കൂടി വന്നാൽ 10-15 അല്ല 1 മാസം വരെ നിൽക്കുമെന്ന് വിചാരിക്കാം. ഇന്ന് 13 വർഷക്കാലമായിട്ട് പൂപ്പൽ പിടിക്കുകയോ പൊടിയോ ഒന്നും ചെയ്യാതെ യേശുവിൻ്റെ ഈ മുഖം ആ അപ്പത്തിൽ പതിപ്പിച്ചത് ഇന്നും പൂർണ്ണമായിട്ട് അവിടെ നിലകൊള്ളുകയാണ്. യേശുവിൻ്റെ ഈ വലിയ സാന്നിധ്യം, പരിശുദ്ധ കുർബാനയിലുള്ള ഈ സാന്നിധ്യം അത് അടയാളപ്പെടുത്തിയതാണ് എന്ന് പറയുമ്പോൾ അവരിൽ നിന്നെല്ലാം കേട്ട ഒരു സ്വരമുണ്ട്. ഹൈന്ദവരായ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും അതൊന്ന് പോയി കാണണമല്ലോ. മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ അവരും പറഞ്ഞിട്ടുണ്ട്. നിരവധി ആളുകൾ പറഞ്ഞു എനിക്കിത് പോയി കാണണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് ഇങ്ങനെയാ. പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ സാന്നിധ്യം പ്രഘോഷിക്കുന്നത് ഇങ്ങനെയാ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ട്. ഞാനൊരു 10-42 വർഷം മതബോധന ക്ലാസ് പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. എൻ്റെ ലക്ഷ്യം അന്നും പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിനെ ആഴത്തിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സത്യദൈവം അനുനിമിഷം എഴുന്നള്ളി വരുന്ന നമ്മുടെ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുവാൻ, അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കും മറ്റ് വിവിധ മേഖലകളിലേക്കും ഒക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ വലിയ സത്യവും ബോധ്യവും നമ്മൾ കൊടുത്തില്ല എങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അവൻ കർത്താവിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കുന്ന കുടുംബവും വ്യക്തികളും ഒക്കെ ഇന്നും സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി ഈ സമൂഹത്തിൽ ലോകത്ത് നിലകൊള്ളുന്നുള്ളത് എന്ന വലിയ സത്യം നിങ്ങൾ മറക്കരുത്. ഞാൻ എപ്പോഴും ഓർക്കുകയാണ്, ശനിയാഴ്ചകളിലും മറ്റ് എത്രയോ ദിവസങ്ങളുണ്ട് കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റാത്ത ദിവസങ്ങളോ അവധി ദിവസങ്ങളോ ഒക്കെ. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഈ വിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പരിശുദ്ധ കുർബാനയിലുള്ള ആഴമായ ബോധ്യം ആദ്യമായിട്ട് ജനിക്കണം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ഇന്നും ജീവിക്കുന്ന ആ ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് നമ്മുടെ അനുദിന ബലികളിലും ദീപികാരുണ്യത്തിലും നമുക്ക് പങ്കെടുക്കാം. ഞാൻ ഓരോ പരിശുദ്ധ കുർബാനയിൽ ഇപ്പം പങ്കെടുക്കുമ്പോൾ വിളക്കന്നൂരെ അത്ഭുതം കഴിഞ്ഞതിന് ശേഷം ഞാൻ ദീപികാരുണ്യത്തിൽ പുരോഹിതൻ കൂദാശ വചനം ഉച്ചരിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഈശോയെ, വിളക്കന്നൂര് നീ പതിപ്പിച്ച അതേ തിരുവോസ്തി തന്നെയല്ലേ ഈ ദേവാലയത്തിൽ നടക്കുന്നത്. നീ സത്യമായും ഈ സമയത്ത് എഴുന്നള്ളി വരുന്നു. പ്രിയപ്പെട്ടവരെ, സകല മാലാഖമാരും സകല വിശുദ്ധരും ആ ദേവാലയത്തില് അൾത്താരയോട് ചേർന്ന പരിശുദ്ധ അമ്മയും ഒക്കെ ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് കൊടുക്കുകയും പരിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ വന്ദനം പറയുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. അതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ്. അത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ കഴിയില്ല എങ്കിൽ
നമ്മളിത് പോണൊക്കെയുള്ള വീഡിയോകൾ കാണുമ്പോൾ മറ്റുള്ളവരിലേക്ക്, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് യേശു ഇന്നും ജീവിക്കുന്നുള്ള വലിയ സത്യം നമുക്കും പ്രഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.